പ്രാഥമികമായും അന്വേഷണം ഈ കാര്യത്തിൽ നടത്തേണ്ടതുണ്ട്. എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്ന് സംബന്ധിച്ച് വടകര കരിമ്പനപ്പാലത്താണ് ഈ സംഭവം ഉണ്ടായത്. അല്പസമയം മുമ്പാണ് മൃതദേഹം കണ്ടത്. മലപ്പുറം സ്വദേശി മനോജ്, കാസർഗോഡ് സ്വദേശി ജോയൽ എന്നിവരാണ് മരിച്ചത്. നമ്മൾ മനസ്സിലാക്കുന്നത് ഈ മലപ്പുറം സ്വദേശി മനോജിന്റെ ഉടമസ്ഥയിലുള്ളതാണ് ഈ കാരവൻ കമ്പനി ഉടമസ്ഥനാണ് അദ്ദേഹത്തിന്റെ തൊഴിലാളിയാണ് ഈ ജോയൽ എന്ന യുവാവ്. ഇവർ രണ്ടുപേരെയുമാണ് ഇപ്പോൾ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇവർ തലശ്ശേരിയിൽ അവരുടെ ഒരു ജീവനക്കാരനെ തലശ്ശേരിയിൽ കൊണ്ടുവന്ന് ഇറക്കി തിരിച്ച് പൊന്നാനിയിലേക്ക് മടങ്ങുകയായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനിടയിലാണ് വാഹനം ഒരുപക്ഷെ റോഡരികിൽ നിർത്തിയിട്ട് വിശ്രമിക്കാൻ ഇരുന്നതായിരിക്കാമെന്നാണ് നമ്മൾ പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. പോലീസും ഈ നിലയിൽ തന്നെയാണ് പ്രാഥമികമായും അനുമാനിക്കുന്നത്. പക്ഷേ ഇന്ന് രാവിലെ മുതൽ തന്നെ അവിടെ ഈ വണ്ടി നിർത്തിയിട്ടത് ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. തുടർന്ന് സംശയത്തെ തുടർന്ന് നാട്ടുകാരെത്തി, പോലീസ് എത്തി. വാഹനം തുറന്ന് പരിശോധിച്ചപ്പോഴാണ് ഒരാൾ പടിയിൽ തന്നെ ഒരു കിടക്കുന്ന രീതിയിലായിരുന്നു മൃതദേഹം. മറ്റൊരു മൃതദേഹം സീറ്റിൽ ഇരിക്കുന്ന നിലയിലുമായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ രണ്ട് സ്ഥിതിയിലായിരുന്നു മൃതദേഹങ്ങൾ ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ വാതിൽപ്പടിയിലൂടെ പുറത്തേക്ക് ഇറങ്ങാനുള്ള ശ്രമം നടന്നിരിക്കാമെന്ന് സംശയിക്കേണ്ടിരുന്നു. ഇക്കാര്യത്തിലൊക്കെ വിശദമായ പരിശോധനയും അന്വേഷണവും ഇനി നടക്കേണ്ടതുണ്ട്. ഏതായാലും ആ വടകരയിൽ ഈ രീതിയിലുള്ളൊരു ഒരു മരണം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് സ്വാഭാവികമായും പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ AC ഓൺ ചെയ്ത് ഉറങ്ങിയ സമയത്ത് ഒരു പക്ഷേ വിഷവാതകമോ മറ്റോ ശ്വസിച്ച് മരണപ്പെട്ടതാകാമെന്ന സംശയമുണ്ട്. ഇനി അതല്ല മറ്റെന്തെങ്കിലും അതിന് പിന്നിലുണ്ടോ എന്നുള്ള സംശയം ഉണ്ട്. അങ്ങനെ പല രീതിയിലുള്ള സംശയങ്ങൾ ഇപ്പോൾ ഉണരുന്നുണ്ട്. പക്ഷേ പോലീസ് ഇക്കാര്യത്തിലുള്ള പ്രാഥമികമായ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അന്വേഷണം കൃത്യമായി നടക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായുള്ള തുടർ നടപടിയിലേക്ക് കടക്കുകയാണ് പോലീസ്. ഇപ്പോൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്, പരിശോധിക്കുകയാണ് ഈ മരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ.